UDF വിട്ട ഗൗരിയമ്മയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് മുന്നണിയിൽ തുടരാൻ തീരുമാനിച്ച തങ്ങളോട് UDF രാഷ്ട്രീയ മര്യാദ കാണിച്ചില്ലെന്നായിരുന്നു രാജൻ ബാബു വിഭാഗത്തിന്റെ ആരോപണം. JSS സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി ഭാരവാഹികളിലെ ഭൂരിപക്ഷവും തങ്ങളോടൊപ്പമുണ്ടെന്നും രാജൻ ബാബു വിഭാഗം അവകാശപ്പെടുന്നു. ആലപ്പുഴയിൽ കൺവെൻഷൻ വിളിച്ചു ചേർത്ത് രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാനായിരുന്നു പാർട്ടി തീരുമാനം. അതേസമയം DCC പ്രസിഡന്റ് മുഖേന UDF കൺവീനർ PP തങ്കച്ചൻ രാജൻ ബാബുവിന് കത്ത് കൈമാറി. മുന്നണി പ്രവേശം അടുത്ത UDF യോഗം പരിഗണിക്കുമെന്നായിരുന്നു കത്തിലെ ഉള്ളടക്കം. ഇപ്പോൾ എല്ലാ ജില്ലകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDF കൺവീനർ തന്നെ കത്തുകൾ നൽകിയിട്ടുണ്ട്. ആയതിന്റെ അടിസ്ഥാനത്തിൽ എക്കാലം പാർലമെന്റ് ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രവർത്തകർ UDFനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഈ സമ്മേളനവും അതിൽ തീരുമാനം കൈക്കൊള്ളണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനിടെ ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ അപ്രതീക്ഷിതമായി സമ്മേളനവേദിയിലെത്തി രാജൻ ബാബു വിഭാഗത്തിന്റെ പിന്തുണ അഭ്യർത്ഥിച്ചു. UDF JSSനോട് നന്ദികേട് കാണിക്കില്ലെന്നും വേണുഗോപാൽ പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലായിരുന്നു 96 മുതൽ നിയമസഭയിലേക്ക് ഞാൻ മത്സരിച്ചപ്പോഴെല്ലാം എന്നെ വിജയിപ്പിക്കാൻ ഏറ്റവും കഠിനാധ്വാനം ആളുകളാണ് ഇതിനകത്തിരിക്കുന്ന എല്ലാ ആളുകളും എന്നുള്ള കാര്യം ഞാനിവിടെ വളരെ നന്ദിയോടെ തന്നെ സ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളോട് നന്ദികേട് കാണിച്ച് മുന്നോട്ട് പോകാൻ ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനവും തയ്യാറാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. മീഡിയ 1 ആലപ്പുഴ.